പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മോർണിംഗ് സിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ എണീക്കുന്നത് അയ്യോ ദേവൂട്ടീനെ സ്കൂളിൽ വിടണമല്ലോ, സമയം താമസിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അല്ലെങ്കിൽ കുറച്ച് നേരങ്ങളൊക്കെ വെറുതെ ഇരിക്കാം, ബാക്കി അത് കഴിഞ്ഞിട്ട് വർക്കൊക്കെ ചെയ്താൽ മതി. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ഈ ഒരു വെപ്രാളപ്പെടലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓടി നട ദേവൂട്ടീനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുക, എണീക്ക് ദേവൂട്ടി എണീക്കെന്ന് പറഞ്ഞ് എണീപ്പിക്കുക. അപ്പോൾ ഞാൻ വിളിച്ചില്ല എണീറ്റില്ലെങ്കിൽ വിഷ്ണുവിനെ വിളിച്ച് അവരെ കൊണ്ട് വിളിപ്പിക്കുക. അതൊക്കെ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. ഇനി കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. ഞങ്ങളില്ലാത്ത സമയങ്ങളിൽ, അതായത് ഈ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമല്ലോ, അതിന് ഈ ചെക്കപ്പിന്, അതായത് ബ്ലഡ് ടെസ്റ്റ് കാര്യത്തിനൊക്കെ പോകുമല്ലോ രാവിലെ തന്നെ, ആ ഒരു ടൈമിലൊക്കെ ഇവക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, ഞാനാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എണീക്കും വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ തേച്ച് അതൊക്കെ ഇട്ട് ഒടിപ്പിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഡെയിലി കാര്യങ്ങൾ അങ്ങനെയൊന്നും വരച്ചൊന്നും കൊടുക്കാറൊന്നുമില്ല. സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ പിരിയും, അതുപോലെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കാണ് എല്ലാ കുട്ടികളും നല്ലതുപോലെ കരിയൊക്കെ എഴുതി നല്ല ഭംഗിയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കൊണ്ട് കരിയൊക്കെ ഇങ്ങനെ വരപ്പിക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് വരച്ചത് കൂടിപ്പോയി, അതാണ് കണ്ണിൻ്റെ അവിടെ ഇച്ചിരി കൂടുതലായിട്ട് ഇരിക്കുന്നത്. ഇത് ഏതൊരു ഫംഗ്ഷൻ്റെ ഡേ ആണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് തന്നെ. അതാണ് മാഡം കളർ ഡ്രസ്സും അതുപോലെ തന്നെ ഇച്ചിരി ഓവറായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിൽ ഞാനും വിഷ്ണു കൂടെ ഒരുമിച്ചാണ് ദേവുവിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കൊണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങ് വരും.